നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ തേടി ഏറെ സന്തോഷകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. കൊറോണ വ്യാപനം വീണ്ടും വ്യാപിച്ചതോടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇപ്പോഴാ ആ നിയന്ത്രണങ്ങൾ ഒന്നൊന്നായി ഇളവ് നൽകുന്നതാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എല്ലാതരം വിസയുള്ളവർക്കും ഒമാനിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുകയുണ്ടായി. സുപ്രീം കമ്മിറ്റി വിസ നിയന്ത്രണം പ്രഖ്യാപിച്ചതിന് മുമ്പ് അനുവദിച്ച വിസ ഉടമകൾക്കാണ് പ്രവേശനം അനുവദിക്കുക. തൊഴിൽ, ഫാമിലി, സന്ദർശന, എക്സ്പ്രസ്, ടൂറിസ്റ്റ് വിസകൾ ഉൾപ്പെടെ എല്ലാ വിസക്കാർക്കും പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും. സാധുവായ വിസയുള്ള എല്ലാ വിദേശികൾക്കും പ്രവേശനം സാധ്യമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒമാനിൽ സർവീസ് നടത്തുന്ന മുഴുവൻ വിമാന കമ്പനികൾക്കും സർക്കുലർ കൈമാറിയിരുന്നു. ഇതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിൽ എല്ലാത്തരം വിസകളും പുതുതായി അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനു മുന്നോടി അനുവദിച്ച വിസകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുകയാണ് ഒമാനിൽ. ഈ പശ്ചാത്തലത്തിൽ ദോഫാർ ഗവർണറേറ്റിൽ ശനിയാഴ്ച മുതൽ സമ്പൂർണ്ണ രാത്രികാല കർഫ്യൂവും ഏർപ്പെടുത്തി. ഇതോടെ വൈകിട്ട് 6 മുതൽ പുലർച്ചെ 5 വരെ വാഹനങ്ങളിലും അല്ലാതെയും പുറത്തിറങ്ങുന്നതിനും കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും അനുമതി ഉണ്ടാകുന്നതല്ല. ഇതിലൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കർഫ്യൂ തുടരുമെന്ന് ഉന്നതാധികാര സമിതി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. മഹാമാരി പടരാതിരിക്കാൻ ആവശ്യമെങ്കിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അടക്കം പരിഗണിക്കുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. പകർച്ചവ്യാധിയുടെ വ്യാപനത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി തിരക്കേറിയ സമയങ്ങളിൽ കടകളിലും മോളുകളിലും ജാഗ്രത പാലിക്കണമെന്നും കൂടുതൽ കർശനമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാവുകയാണെന്നും സുപ്രീം കമ്മിറ്റി അഭിപ്രായപ്പെടുകയുണ്ടായി. ഒമാനിൽ നിലവിൽ രാത്രി 9 മുതൽ പുലർച്ചെ 4 വരെ കർഫ്യൂ നിലവിലുണ്ട്. റമദാനിൽ നമസ്കാരങ്ങൾക്കും ഇഫ്താറിനും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് കർഫ്യൂ സമയം ദീർഘിപ്പിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ആശുപത്രികളിലെ സൗകര്യങ്ങൾ അപര്യാപ്തമാകുമെന്ന സാഹചര്യത്തിലേക്ക് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും കൂടുതൽ കർശന നിലപാടിലേക്ക് നീങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയാണ്. ഇതുകൂടാതെ രാത്രികാല യാത്രാവിലക്ക് നിലനിൽക്കുന്നതിനാൽ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ തങ്ങളുടെ ലൈസൻസ് കയ്യിൽ കരുതണമെന്ന് കൃഷി, ഫിഷറീസ്, ജലസ്രോതസ് മന്ത്രാലയം അറിയിച്ചു. രാത്രി 9 മുതൽ പുലർച്ചെ രാവിലെ 4 വരെയാണ് രാത്രികാല ലോക്ക്ഡൌൺ റമദാൻ 1 മുതൽ നിലവിലുള്ളത്. മത്സ്യത്തൊഴിലാളികളിൽ വലിയ വിഭാഗം തൊഴിലിറങ്ങുന്നതും മത്സ്യം കയറ്റയക്കുന്നതും രാത്രിയിലാണ്. യാത്രാവിലക്ക് മത്സ്യബന്ധന മേഖലയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയ്ക്കിടയാക്കിയിരിക്കുന്നു. എന്നാൽ ലൈസൻസ് ഉള്ളവർക്ക് മത്സ്യബന്ധനം തടസ്സപ്പെടില്ലെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. രാത്രിയിൽ 3 ടൺ അല്ലെങ്കിൽ കൂടുതൽ മത്സ്യം കൊണ്ടുപോകുന്ന ട്രക്കുകൾക്കും സഞ്ചാരവിലക്ക് ബാധകമാകില്ലെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.